വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനം സന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയിലെ എവങ്കേലിയനെ ആസ്പദമാക്കിയുള്ള വചന പ്രഘോഷണം. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. 35-ാം വാക്യം ഇങ്ങനെ യേശു സാക്ഷീകരിക്കുന്നു: ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല എന്ന്. ആത്മാഹാരത്തെ പറ്റി എത്ര ക്രിസ്തു ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത്. ശാരീരിക ലൗകിക എല്ലാ ആഹാരപാനീയങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. കഴിക്കും തോറും വീണ്ടും കഴിക്കുവാൻ തോന്നും, കുടിക്കും തോറും വീണ്ടും പാനം ചെയ്യുവാൻ തോന്നും. എന്നാൽ ആത്മാവിൻ്റെ ആഹാരമോ പാനീയമോ യേശുവിൻ്റെ അടുക്കൽ വരുന്നവന് വീണ്ടും ഒരിക്കലും വിശക്കാതെയും ദാഹിക്കാതെയും ഇരിക്കുന്ന അവൻ്റെ ജീവാത്മാവിനെ നൽകി സംതൃപ്തരാക്കും എന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ ജീവന്റെ വചനം ഇങ്ങനെ ലോകപ്രസിദ്ധനായ മൈക്കൽ ആഞ്ചലോ മധ്യകാലനൂറ്റാണ്ടില് ലോകം കണ്ട ഏറ്റവും വലുത ശില്പിയും ചിത്രകാരനും ആർക്കിടെക്റ്റുമായ, പ്രത്യേകിച്ച് റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ താഴികക്കുടവും സിസ്റ്റൈൻ ചാപ്പലിന്റെ യേശുവിന്റെ ഭൂമിയുടെ ഉത്ഭവം മുതൽ അവന്റെ 2-ാം വിധിനാൾ വരെയുള്ളതായ എല്ലാ ചിത്രങ്ങളും, കൂടാതെ ലോകപ്രസിദ്ധമായ പിയാത്തോ എന്ന പ്രസിദ്ധമായ ശില്പകലയും ഉണ്ടാക്കിയ മഹാൻ താൻ വിവാഹിതനല്ലായിരുന്നു. ഇതെല്ലാം ലഭിച്ചിട്ടും സംതൃപ്തനാകാതെ അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ശില്പകലയോ എൻ്റെ ചിത്രകലയോ എന്നെ സംതൃപ്തനാക്കിയില്ല, എൻ്റെ ആത്മാവിനെ. എങ്കിലോ ശ്ലീബാമരത്തിന്മേൽ വിരിക്കപ്പെട്ട ദൈവസ്നേഹത്തിന്റെ കരങ്ങളെത്രേ എന്നെ ആശ്വസിപ്പിച്ചത് എന്ന് തലകൾ വണക്കി ധ്യാനിക്കാം. യേശു എന്ന മഹാദൈവം തമ്പുരാനെ, ഒരിക്കലും ദാഹിക്കാതെയും വിശക്കാതെയുമുള്ള ജീവന്റെ ഉറവിടം നിന്നിലാണെന്നും നിന്നെ കണ്ടെത്തുന്നത് വരെ എന്നും ഞങ്ങളുടെ ആത്മാക്കൾ ദാഹിക്കും വിശക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. നാഥ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ മേൽ ഒരിക്കലും ദാഹിക്കാതെയും വിശക്കാതെയും ഇരിക്കുന്ന നിന്റെ ജീവന്റെ ആത്മാവിനെ നിറപടിയായി നൽകി നിന്റെ മക്കളെയെല്ലാം സംതൃപ്തരാക്കട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ നേരുന്നു. ജനസന്ധ്യ.